ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു, അവൻ്റെ നാമം പരിശുദ്ധം തന്നെ. അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. മറിയ ഏകദേശം 3 മാസം അവളോടുകൂടെ പാർത്തിട്ട് വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന വിശുദ്ധ കന്യകാമറിയാമിൻ്റെ പാട്ടെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ഭാഗത്ത് വിശുദ്ധ കന്യകാമറിയാം ലോകത്തിലെല്ലാ തലമുറകളും, ഇന്നുണ്ടാകുന്ന തലമുറകളും വിശുദ്ധ കന്യകാമറിയാമിനെ വാഴ്ത്തുന്നത് പോലെ അന്ന് കൊടുത്ത അനുഗ്രഹമാണ്. അത് വിശ്വാസത്താൽ അവർ രണ്ടുപേരും കൂടെ 3 മാസം ഒരുമിച്ച് പാർത്ത് ജീവിക്കുന്നു. ദൈവമക്കളും തമ്മിലുള്ള സഹവാസമാണ് ഏറ്റവും വലിയ സഹവാസം. അവിടെ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി യോഹന്നാൻ ശാപകനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി യേശു കർത്താവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന വിശുദ്ധ കന്യാകുമറിയും കൂടെ ഒരുമിച്ചുള്ള മീറ്റിംഗ് വലിയ അനുഗ്രഹമായപ്പോൾ, മറ്റാർക്കും ലഭിക്കാത്ത അനുഗ്രഹം നിനക്ക് അനുഗ്രഹം ലഭിക്കുന്നു, നിനക്ക് എന്തെങ്കിലും നന്മ ലഭിക്കുന്നു, നിൻ്റെ കേമം കൊണ്ടാണെന്ന് ഓർക്കരുത്. ദൈവം നിനക്ക് തരുന്ന കരുണയാണെന്ന് ഓർത്തോണം. ദൈവം തരുന്ന ദാനമാണെന്ന് ഓർത്തോണം. പലരെ മാറ്റിയിട്ടാണ് നിന്നെ കയറ്റിയിരിക്കുന്നത്, പലരെ കളഞ്ഞിട്ടാണ് നിന്നെ ഉയർത്തിയിരിക്കുന്നത്. അപ്പോൾ നീ അവിടെ അഹങ്കരിച്ചാൽ ചിതറിച്ച് കളയും നിന്നെ. അഹങ്കാരമുള്ള വ്യക്തി ജീവിതങ്ങൾ, വ്യക്തിപരമായി എനിക്ക് നിങ്ങൾക്കും അഹങ്കാരം വന്നാൽ ചിതറിച്ച് കളയും. അഹങ്കാരത്തിന് പകരം ദൈവസന്നിധിയിൽ വിനയം വന്നാൽ അവിടെ ദൈവം അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളാൽ എന്നെയും നിങ്ങളെയും നിറയ്ക്കും. കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, അവിശുദ്ധ കന്യാമറിയാമിൻ്റെ പ്രാർത്ഥന പോലെ സമ്പന്നന്മാരെ വെറുതെ അയച്ച് വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ചിരിക്കുന്നത് പോലെ ഉന്നതന്മാരെ ചെതറിച്ചിട്ട് താണവരെ ഉയർത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. വിശുദ്ധ കന്യാമറിയാമിൻ്റെ ആ സാക്ഷ്യമെടുത്തുകൊണ്ട് ആ വിശുദ്ധ കന്യാമറിയാമിൻ്റെ ആ ഗാനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവെ ലോകത്തോട് അറിയിക്കുവാൻ സഹായിക്കണമേ. ഞങ്ങൾ വിനയമുള്ളവരായിരിക്കാൻ, ഞങ്ങൾക്ക് ലഭിച്ചത് മുഴുവൻ ദൈവത്തിൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ഞങ്ങൾ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ശക്തി ആവരിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു.